അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. ഇന്ന് നമ്മൾ പറയുന്നത് കടം കൊണ്ട് ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കടം എന്ന ഒരു കാരണം കൊണ്ട് മനസ്സ് നീറി വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. കുറേ വർഷങ്ങൾ മുന്നേ നമ്മൾ ഭക്ഷണം വസ്ത്രമൊക്കെ ഇല്ലാഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ കടം വന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ട് കടം എന്ന് വെച്ചാൽ ലോണ്, വീട്, ജപ്തി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട് വിഷമത്തിൽ കിടക്കുക. അതുപോലെ പലിശയിലൂടെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിൽ വേണ്ടിയിട്ട് നമ്മളുടെ സുഖ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു നല്ല നിയത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പരസ്പരം അസൂയ, കുശുമ്പ്, കുന്നായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടേണ്ടത്. പിന്നെ അത് നമ്മളൊരു ലോണിലേക്ക് എത്തി നിൽക്കാതെ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രാർത്ഥനകളിൽ മുഴുകുക. എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സ്വതക്ക ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഏതെങ്കിലുമൊക്കെ വിധേന നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, ഇബാദത്ത് ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മളുടെ ഒരുപാട് വിഷമങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കടമില്ലാത്ത ആളുകളായിട്ട് ആരും ഉണ്ടാവില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അത് എങ്ങനെയാണ് വീട്ടേണ്ടത്, എങ്ങനെയാണ് അതിന് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്താഫിറുല്ലാഹ് എന്നത് എപ്പോഴും പതിവാക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്താഫിറുല്ലാഹ് എന്നത് എപ്പോഴും എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എത്ര തവണ ചെല്ലാൻ പറ്റും അത്രയും തവണ മാക്സിമം അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൂറത്തായ സൂറത്തുൽ വാഖിയ എപ്പോഴും ദിവസവും നമ്മൾ പതിവാക്കുക. ഒരു തവണയെങ്കിലും അത് ഓതാൻ ശ്രമിക്കുക ദിവസേന. നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരൊക്കെ വല്യമ്മമാരൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും ഇതറിയാത്ത സഹോദരിമാർ ഇത് ചെയ്യുക. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം അസ്താഫിറുല്ലാഹ് എന്ന് എപ്പോഴും ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് കടങ്ങൾ വീടും. ഇതൊക്കെ ചെയ്യുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. മഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹ് എനിക്ക് പുറത്തു തരണമേ എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് ജപ്തി മൂലമോ അല്ലെങ്കിൽ ലോണ് മൂലമോ ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറിക്കിട്ടാൻ അള്ളാഹു ഒരു വഴി കാണിച്ചു തരട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും. എല്ലാവരും ചെയ്യുക.